ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ജോലി എന്താണെന്നറിയാം, കൂവ പറിക്കലാണ്. കൂവ തിരുവാതിരക്കാണ് ശരിക്കും പറിക്കുക. പക്ഷേ ഞാൻ തിരുവാതിരക്ക് കഴിഞ്ഞു കിട്ടും. എല്ലാവരും തിരുവാതിരക്കാണ് കൂവ പറിക്കുക. പക്ഷേ എൻ്റെ കൂവ എന്ന് പറയുന്നത് നല്ല പച്ചപ്പ് കളറുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു കിഴങ്ങ് മൂത്തിട്ടുണ്ടാവില്ല എന്ന്. അപ്പോൾ അതിൻ്റെ തല വെട്ടിക്കളയണം. അത്രത്തിൽ ഞാൻ വെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ. നോക്കുമ്പോൾ അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നല്ല ഉണങ്ങിയിരിക്കണം. അപ്പം എന്നാൽ പറിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എന്താ പറയുക, വലിയ കൈക്കോട്ടെന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചെറിയ കൈക്കോട്ടിട്ട് ഇങ്ങനെ മാന്തിയിട്ട് എടുക്കുക ചെയ്തത്. കാരണം വലിയ കൈക്കോട്ട് പൊങ്ങിക്കണേ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചെറിയത് കൈക്കോട്ടുണ്ട് അതിട്ട്. പിന്നെ എന്താ പറയുക, നല്ല ഏരി മാടിയ കാരണം അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല പറിക്കാൻ വേണ്ടിയിട്ടേ. മറ്റേത് ചിലത് ഈ കൂവ എങ്ങനെയാണെന്ന് പറയുക, നല്ല മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. അടിയിലാണ് കുഴിച്ചിട്ടാൽ പിന്നെ പറിക്കണേ ബുദ്ധിമുട്ടാണ്. അന്ന് ഞാൻ അതുപോലെ ഒന്ന് പറിച്ചിട്ട് കുറേ ഇടങ്ങാറായി. ചേന പറിച്ച പോലെ തന്നെ കൂവ പറിക്കണമെങ്കിലും. അപ്പോൾ ഇന്ന് കൂവ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ കൂവ പറിക്കുകയാണ്. എന്താണെന്ന് പറയുക, കൂവ നമുക്ക് നല്ലതാണ്. എന്താ വേനൽക്കാലത്തൊക്കെ പിന്നെ ചൂടിനൊക്കെ ഏറ്റവും നല്ലതാണ്. നടുവേനലിൽ അതിൻ്റെ പൊടി എടുത്തിട്ട് വെള്ളത്തിൽ പിന്നെ നല്ല വെള്ളം പോലെ ഉണ്ടാക്കി കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് വയറിളക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂവപ്പൊടി കലക്കിയിട്ടാണ് കുടിച്ചാൽ അവിടെ നിൽക്കും. അപ്പോൾ ഒരു മരുന്നും കൂടിയാണ്. അപ്പോൾ ഈ തിരുവാതിര ഈ സമയത്താണ് കൂവ കിട്ടുക. പിന്നെ അടുത്ത മാസമൊന്നും കൂവ കിട്ടില്ല. ഈ സമയത്ത് അത് പറിച്ചിട്ട് നമ്മൾ പക്ഷേ പൊടി ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ടിട്ടുണ്ടോ, നല്ല ഇടങ്ങേറുണ്ട് പൊടി ആക്കണമെങ്കിൽ. കാരണം ഇതൊക്കെ പറിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് പിന്നെ എന്നിട്ട് കഴുകി ചെത്തിയിട്ടൊക്കെ വേണം, മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം കൂവപ്പൊടി ഉണ്ടാക്കേണ്ട. കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. എന്നാലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. വേനൽക്കാലത്തൊക്കെ അതുപോലെ നല്ല ചൂടാകുമ്പോൾ ഒത്തിരി ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പറിച്ച് നോക്കുമ്പോൾ നിറയെ കിട്ടിയിട്ടോ. കാരണം എന്താണെന്നറിയോ, കിഴങ്ങ് കടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പണിയെടുത്താൽ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അത് അവിടെ തന്നെ കുഴിച്ചിടുകയാണ്. പച്ചപ്പുണ്ട ഈ തണ്ടൊക്കെ എന്ത് കാട്ടും, ഇനി ഏരി മാടിയിട്ട് അവിടെ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്യണത്. എന്നാൽ പിന്നെ ഇനി മഴ പെയ്യുമ്പോൾ കുറേശ്ശെ നനച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ അതിൻ്റെ അമ വന്ന് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അവിടെ നിന്നോളും. പിന്നെ മഴ പെയ്യുമ്പോൾ അങ്ങനെ അമച്ച് വരും. ഞാൻ 2 തട വെച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു കൂവ വെച്ചിരുന്നത്. നിങ്ങൾ കണ്ടിരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ എന്താണെന്നറിയാം, ഇപ്പോൾ ഈ തിരുവാതിര കഴിഞ്ഞിപ്പോൾ ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം പൂവ് പറിക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കൂവ. ഈ തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ കൂവപ്പൊടിയൊന്നും കിട്ടില്ല. മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ, പക്ഷെ അത് നമ്മൾ വിശ്വസിച്ചിട്ട് മേടിക്കാനും പറ്റില്ല. അതിൽ വേറെ വല്ല പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാവും. അതിനേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ നല്ലത്. അപ്പോൾ ഈ കാലത്ത് മേടിക്കുക, കടകളിൽ നിറയെ വരും കൂവ. അപ്പോൾ മേടിച്ചിട്ട് പൊടിച്ച് വെച്ചാൽ മതി. പാക്കറ്റ് മേടിക്കണേക്കാളും നല്ലത് നമ്മൾ മേടിച്ചിട്ട് ഇതുപോലെ ആട്ടി വെക്കുക. പിന്നെ ഞാൻ പറിച്ചപ്പോൾ നിറയെ കിട്ടിയിട്ടോ. കാരണം പിന്നെ തൂക്കി നോക്കുമ്പോഴേ വെയിറ്റ് നോക്കുമ്പോൾ 8 കിലോനോളം ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കി വൃത്തിയാക്കി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് എത്ര പൊടി കിട്ടുകയെന്ന് അറിയില്ല. എന്നാലും ഉണ്ടാക്കി വെക്കണം. എത്ര പൊടി കിട്ടിയാൽ നമ്മളെ വീട്ടിലുണ്ടാക്കണതല്ലേ. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഉമ്മാനെ ഓർക്കും. കാരണം എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഇതുപോലെ ഞങ്ങൾക്ക് പൊടി ഉണ്ടാക്കി തരും, പുഴുങ്ങി തരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പുഴുങ്ങി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.